ഇവർ ഉദ്ദേശിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളെ മുഴുവൻ തിരികെ കയറ്റുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക്, അതായത് സ്വജനപക്ഷപാതം നടത്താൻ നഗരസഭ തയ്യാറായി എന്നുള്ളതാണ്. പൊങ്കാലയുടെ ശുചീകരണം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുകയും അത് ഡിവൈഎഫ്ഐക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരാളാണ് ഈ നഗരസഭയുടെ തലപ്പത്ത് ഇരുന്ന് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അഴിമതിയിൽ നഗരാസൂത്രണം നടത്തുകയാണ് ആര്യയുടെ നേതൃത്വത്തിൽ. ഏറ്റവും കൂടുതൽ കള്ളനാവാനും കള്ളിയാകാനും വേണ്ടിയിട്ടുള്ള റിസർച്ചാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം നഗരസഭയുടെ മേയറായതിനു ശേഷം തിരുവനന്തപുരം നഗരസഭ വാർത്തകളിൽ നിന്നും വിട്ടുമാറുന്നില്ല. കാരണം അത്തരത്തിലുള്ള അഴിമതി ദുർഭരണത്തിനെതിരെയുള്ള റിപ്പോർട്ടുകളാണ് നിരന്തരം നഗരസഭയ്ക്ക് ഉള്ളിൽ നിന്നും പുറത്തു വരുന്നത്. ഇതിനെതിരെ നിരവധി തവണ BJP പ്രവർത്തകരും BJP കൗൺസിലർമാരും നിരന്തരം ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നു, പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഒരു സംഭവവും ഈ നഗരസഭയ്ക്കുള്ളിലും മറ്റൊന്നും തന്നെ യാതൊരുവിധ മാറ്റവും ഒന്നും തന്നെ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് BJPയുടെ നിലവിലുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ശോഭാ സുരേന്ദ്രൻ. ഒന്ന്, ഈ നഗരസഭയ്ക്കകത്ത് ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ നഗരസഭയുടെ കീഴിൽ ഒഴിവ് വന്ന സമയത്ത് അതിന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ലിസ്റ്റ് എടുക്കുകയും ആ ലിസ്റ്റിനകത്ത് തന്നെ ഇവർ ഉദ്ദേശിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളെ മുഴുവൻ തിരികെ കയറ്റുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക്, അതായത് സ്വജനപക്ഷപാതം നടത്താൻ നഗരസഭ തയ്യാറായി എന്നുള്ളതാണ്. നഗരസഭയുടെ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ ഇതിലും വലിയ ഒരു തെറ്റ് ഇനി ചെയ്യാനില്ല. അപ്പം ഇത് രേഖാമൂലം പുറത്തു വന്നിട്ടും ആ നഗരസഭയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയെ സംരക്ഷിക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പരിശ്രമിക്കുന്നത് എന്ന് അതിനർത്ഥം. ഒന്ന്. രണ്ടാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊങ്കാല വീടുകളിൽ അമ്മമാർ അർപ്പിച്ച സമയത്ത് പോലും പൊങ്കാലയുടെ ശുചീകരണം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുകയും അത് ഡിവൈഎഫ്ഐക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരാളാണ് ഈ നഗരസഭയുടെ തലപ്പത്ത് ഇരുന്ന് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിയമനത്തിൽ അഴിമതി, ഇവിടെ കരാറുകളിൽ അഴിമതി, ഇവിടെ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടതിന് പകരം അഴിമതിയിൽ നഗരാസൂത്രണം നടത്തുകയാണ് ആര്യയുടെ നേതൃത്വത്തിൽ. അപ്പോൾ ആര്യ അഴിമതിയിൽ നഗരാസൂത്രണം നടത്തുമ്പോൾ ആര്യ എഴുതിയ കത്ത് പോലും, ആ കത്തിനെ പോലും എങ്ങനെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പ് കേരളത്തിൽ വിശദീകരിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഏറ്റവും കൂടുതൽ കള്ളനാവാനും കള്ളിയാകാനും വേണ്ടിയിട്ടുള്ള റിസർച്ചാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പരിണിത ഫലമാണ് ഉണ്ടായത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒഴുകി വന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ പ്രതിഷേധത്തിൻ്റെ, അവരുടെ പ്രസ്ഥാനത്തോടുള്ള പ്രതിഷേധവും നരേന്ദ്രമോദിയോടുള്ള ആനുകൂല്യവും ചേർത്ത് വെച്ചുകൊണ്ടുള്ള വോട്ടുകളാണ്. ഇവിടെയും നഗരസഭയിൽ ഞങ്ങൾക്ക് 34 മെമ്പർമാരുണ്ട്, കൗൺസിലർമാരുണ്ട്. ഈ നഗരസഭയെ ഭരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന് ഒരവസരം ഈ തിരുവനന്തപുരം കൊടുത്താൽ മാതൃകാപരമായിട്ടുള്ള ഭരണത്തെ ഈ തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചുകൊണ്ട് ഒരാളോടും വിവേചനമില്ലാതെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ സ്വപ്നം ഒരു ജോലിക്കാരിയെ പോലെ, ഒരു ജോലിക്കാരനെ പോലെ ഞങ്ങളുടെ മെമ്പർമാർ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ആ പ്രവർത്തനത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. അഴിമതി കാണുന്ന സമയത്ത് അഴിമതിക്കെതിരെ അതിശക്തമായിട്ടുള്ള സമരങ്ങളും ഞങ്ങൾ നടത്തും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം വളരെ ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം കൂടുകയാണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടിയിൽ ഒരാൾക്ക് പൊസിഷൻ കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വീട്ടിലിരിക്കുന്ന മണിക്കൂറുകൾ കുറഞ്ഞു എന്നുള്ളതാണ്.
അപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇതിനു മുൻപും ഈ പൊസിഷനിൽ ഇരുന്നിട്ടുണ്ട്. ശ്രീമാൻ കുമ്മനം രാജശേഖരനോടൊപ്പം ശ്രീധരൻപിള്ള സാറിനോടൊപ്പം എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ചുമതല ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ ദിവസങ്ങൾ, കൂടുതൽ മണിക്കൂറുകൾ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ദുർഭരണത്തിനെതിരെ, അഴിമതി ഭരണത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധ പരിപാടിയുമായി BJP വരും ദിവസങ്ങളിലും രംഗത്തുണ്ടാകും എന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.